Welcome to the I Plus Training Solutions. PYQ discussion of Mass Communication and Journalism NET 2025 June. Last video 103 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തുടർന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 104. The term artificial intelligence AI was coined by ആരാണ് ഇങ്ങനെ ഒരു ടേം കൊണ്ടുവന്നത്? അലൻ ട്യൂറിംഗ്, ജോൺ മക്കാർത്തി, ജോസഫ് മക്കാർത്തി, അലൻ സി ക്ലാർക്ക്. ഇതിൽ രണ്ട് പേര് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ. ഇനി ഇതിന്റെ ഓപ്ഷൻ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജോൺ മക്കാർത്തിയാണ്. അതിൽ ജോസഫ് മക്കാർത്തി വേറൊരു പേര് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസറിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. The term artificial intelligence was coined by John McCarthy, an American computer scientist, in 1956. He is widely recognized as one of the founders of the field of artificial intelligence. One of the founder എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. The term was first used in the context of a summer workshop he organized at a Dartmouth College, which is often considered the official birth of the field. അപ്പോൾ ആക്ച്വലി ഈ AI എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയുള്ള ആദ്യകാല ഡിസ്കഷനുകളും അതിൻ്റെ ഡെവലപ്മെന്റ്സും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡാർട്ട്മൗത്ത് കോളേജിൽ നിന്നാണ്. So the correct answer is the second one, John McCarthy. Next one. Which of the following development communication approaches emphasizes the community-based participation, research, and action to resolve local developmental issues? Local developmental issues വരുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷന്റെ ഏത് രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് പാർട്ടിസിപ്പേഷൻ റിസർച്ച്, കമ്മ്യൂണിറ്റീനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള റിസർച്ച് അല്ലെങ്കിൽ ആക്ഷൻ അങ്ങനെയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് എന്താണ്? ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ, സോഷ്യൽ മാർക്കറ്റിംഗ്, എന്റർടൈൻമെന്റ് എഡ്യൂക്കേഷൻ, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ. എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരു പാർട്ടിസിപ്പേറ്ററി കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ ആണ് അതിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. PRA is a development approach that emphasizes community-based participatory research and action to address local developmental issues. It involves actively engaging community members in the process of identifying problems, analyzing them, and developing solutions. നമ്മൾ തന്നെ പണ്ട് കാലത്തും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലെയൊക്കെ പല ഗ്രാമങ്ങളിലും ഗ്രാമസഭ കൂടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് മെമ്പേഴ്സ് കൂടിയിട്ട് ആലോചിക്കുന്നു. അതേസമയം കുറെ കൂടി നോർത്തിലേക്കൊക്കെ പോയി അവിടുത്തെ വില്ലേജ് ഏരിയകളിലേക്കൊക്കെ ചെന്ന് അതിനവിടെ ഗ്രാമസഭകൾ ഉണ്ടാകും. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, അല്ലെങ്കിൽ അവിടുത്തെ പ്രമുഖരായിട്ടുള്ളവർ മാത്രമല്ല, ജനങ്ങളുടെയും കൂടി ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് എന്നൊക്കെ അതിനെ നമുക്ക് പറയാം. അവരുടെ നല്ലൊരു സഹകരണത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവിടുത്തെ ഐഡന്റിഫൈയിങ് പ്രോബ്ലംസ് എന്താണെന്ന് നോക്കുന്നു, അനലൈസിങ് ദം ആൻഡ് ഡെവലപ്പിംഗ് സൊല്യൂഷൻസ്. ദിസ് അപ്രോച്ച് ഷിഫ്റ്റ് ദ ഫോക്കസ് ഫ്രം ഔട്ട്സൈഡേഴ്സ്, ഇമ്പോസിംഗ് solutions to empowering communities to take ownership of their development. അവരുടെ നാട്ടില് അവർക്ക് ഒരു എംപവർമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടേതായിട്ട് അവരെ ആഗ്രഹിക്കുന്ന ഒരു ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാനായിട്ട് പുറത്തുനിന്നുള്ളവരെ അതിലേക്ക് കൂടുതൽ കൈകടത്താനുള്ള അവസരം കൊടുക്കാതെ അവര് തന്നെ ഡിസ്കസ് ചെയ്ത് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസിഷൻ എടുക്കുന്നു. അതാണ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ, PRA എന്ന് പറയുന്നത്. Which of the following so answer is the fourth one.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. തിയറി ആൻഡ് ഓതർ. ഇതാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ തിയറീസ് അജണ്ട സെറ്റിംഗ്, സ്പൈറൽ ഓഫ് സൈലൻസ്, കൾട്ടിവേഷൻ, ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി. എൻ്റെ ഓതേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്. എലിസബത്ത് ന്യൂലി ന്യൂമാൻ, പോൾ ലാസെസ്ഫെൽഡ്, ജോർജ് ജെർബ്നർ, മാക്സ്വെൽ മക്കോംബ് ആൻഡ് ഡൊണാൾഡ് ഷാ. ഈ ഒരു തിയറിനെ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ PYQസിലും ചോദിച്ചിട്ടും, അല്ലെങ്കിൽ ഇതിൽ ഒരു 2-3 പേരുകളും മിക്ക ക്വസ്റ്റ്യൻസിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. അജണ്ട സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജണ്ട സെറ്റിംഗ് തിയറി മാക്സ്വെൽ മക്കോംബ് ആൻഡ് ഡൊണാൾഡ് ഷാ ആണ്. ദെൻ സ്പൈറൽ ഓഫ് സൈലൻസ് എലിസബത്ത് ന്യൂലി ന്യൂമാൻ, ആൻഡ് കൾട്ടിവേഷൻ തിയറി ജോർജ് ജെർബ്നർ, ആൻഡ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി പോൾ ലാസെസ്ഫെൽഡ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എ ഫോർത്ത് വൺ ആൻഡ് ബി ഫസ്റ്റ് വൺ. സോ ഈ സെക്കൻഡ് വൺ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ആൻസർ. അജണ്ട സെറ്റിംഗ് മാക്സ്വെൽ മക്കോംബ് ആൻഡ് ഡൊണാൾഡ് ഷാ, സ്പൈറൽ ഓഫ് സൈലൻസ് എലിസബത്ത് ന്യൂലി ന്യൂമാൻ, കൾട്ടിവേഷൻ തിയറി George Gerbner, and two-step flow theory Paul Lassesfeld. Next, who is the author of the book Headlines from Heartland? Sevanthi Nainan, Robin Jeffrey, S. Nadarajan, M. Chalapati Rao. ഇതിൽ ആരുടേതാണ് ഹെഡ്ലൈൻസ് ഫ്രം ഹാർട്ട്ലാൻഡ്? ഇത് നമ്മൾ അറിയണമെങ്കിൽ ഈ പറയുന്ന ഓരോ ഓതേഴ്സിനെ പറ്റിയും ചെറിയൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഈ മറ്റുള്ള ഓതേഴ്സ് 4 പേര് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. മറ്റുള്ള ഓതേഴ്സിന്റെ ബുക്സ് ഏതൊക്കെയാണെന്നെങ്കിലും അറിഞ്ഞിരിക്കണം. മിക്കവാറും ഇതേ ഓപ്ഷനൊക്കെ തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ സെവന്തി നൈനാൻ ഈസ് ആൻ ഇന്ത്യൻ ജേർണലിസ്റ്റ്, columnist, researcher, and media critic. She is the founding editor of The Hood. അത് ഒരു publication ആണ് which was the first media watchdog in India. Nainan was the recipient of the Chameli Devi Jain Award for Outstanding Women Media Person in 1989. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാട്ടോ. ഇങ്ങനെ ഇതൊരു ഓപ്ഷൻ ഞാൻ ഓർക്കുന്നുണ്ട്. മീഡിയ പേഴ്സന്റെ അവാർഡ്, ചമേലി ദേവി അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായില്ല ഓപ്ഷനിൽ. അത് ഏത് വർഷത്തെ ബേസ് ചെയ്താണ് ചോദിച്ചതെന്ന് ഓർമ്മയില്ല. 1989 സെവന്തി നൈനാന് കിട്ടിയിട്ടുള്ളത്. നൈനാൻ began her career in journalism at the Hindustan Times and subsequently became a correspondent and later on the editor with the Indian Express. She is also the author of the book ഏതൊക്കെയാണ് Headlines from the Heartland. Headlines from the Heartland, which is described as the first in-depth study to the growth of the expanding Hindi language newspaper industry in India. അപ്പോൾ ഈ ഒരു ബുക്കിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഗ്രോത്ത് ഓഫ് ദ എക്സ്പാൻഡിങ് ഹിന്ദി ലാംഗ്വേജ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഇന്ത്യ. അങ്ങനെ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ബുക്കിന്റെ. ഇനി റോബിൻ ജെഫ്രിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ്, കേരളവുമായിട്ട് ബേസ് ചെയ്ത കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചറുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പഠനവും അതൊക്കെയാണ് ഈ ഒരു ബുക്കിൽ ഉള്ളത്. അതിന്റെ പേരാണ് ദ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ്, സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ ട്രാവൻകൂർ 1847-1908. പീപ്പിൾ, പ്രിൻസസ് ആൻഡ് പാരമൗണ്ട് പവർ, സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ ദ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് മറ്റൊരു ബുക്കാണ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഇന്ത്യ, പഞ്ചാബ് എത്നിക് കോൺഫ്ലിക്ട്സ്, മിസസ് ഗാന്ധിസ് ഡെത്ത് and the test for federalism. Next, politics, women and well-being, how Kerala became a
How Kerala became a model. Then India's newspaper revolution, capitalism, politics, and the Indian language press, 1977-1999. ഇതിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? മിഷൻ, മണി ആൻഡ് മിഷനറി, ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ 20th സെഞ്ചുറി. ഈ ഒരു ബുക്കിന്റെ പേരാണ് മിക്കവാറും ചോദിച്ചിട്ടുള്ളത്. പല PYQയിലും കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യസ് ന്യൂസ് പേപ്പർ റെവല്യൂഷൻ, അത് റോബിൻ ജെഫ്രിയുടെ ബുക്കാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫോൺ ബുക്ക്, വേസ്റ്റ് ഓഫ് എ നേഷൻ, ഗാർബേജ് ആൻഡ് ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇതൊക്കെയാണ് മറ്റു ബുക്സ്. Next, M. Chalapati Rao. Manikonda Chalapati Rao was an Indian journalist and author. Served as the editor-in-chief of the English daily National Herald from 1946 to 1978. He worked as an assistant editor of Hindustan Times early in his career, and his weekly column under the pseudonym Magnus was one of the most widely read in the country. During the independence struggle, he was a part of the underground press movement. He was also the author of several books on Indian journalism, politics, and personalities. He was awarded the Padma Bhushan, India's third highest civilian award, in 1968, but he refused to accept it. അപ്പോൾ ഇത് ഏതെല്ലാം പത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വീക്കിലി കോളമാണ് മാഗ്നസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചലപതി റാവുവിനെ പറ്റിയിട്ട് പറയാനുള്ളത്. Next question. According to the 5-stage model of diffusion of innovation, the 4th stage is interest, trial, evaluation, adoption. തന്നിട്ടുള്ള ഈ 4 സ്റ്റേജ് ഇതിൽ തന്നെ വരുന്നതാണ് 5-stage model of diffusionന്റെ സ്റ്റേജസ് ആണ്. ഇതിൽ 4ാമത് വരുന്നത്, 4th വരുന്നത് ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ആ ഒരു സ്റ്റേജസിന്റെ ഓർഡർ എന്ന് അറിഞ്ഞിരിക്കണം. എന്നാലാണല്ലോ 4th സ്റ്റേജ് ഏതാണെന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് റോജേഴ്സ് 5 സ്റ്റേജസ് ഓർ സ്റ്റെപ്സ്, അവയർനെസ്, ഇൻട്രസ്റ്റ്, ഇവാലുവേഷൻ, ട്രയൽ ആൻഡ് അഡോപ്ഷൻ ആർ ഇന്റഗ്രൽ ടു ദിസ് തിയറി. ഈ ഒരു സ്റ്റേജസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അഡ്വർടൈസിങ് പഠിച്ചപ്പോൾ അതിൽ അഡ്വർടൈസിങ്ങിന്റെ കമ്മ്യൂണിക്കേഷൻ തിയറീസ് ഇൻ അഡ്വർടൈസിംഗിൽ പറയുന്നുണ്ട് എയ്ഡ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിൽ AIDA. അതിന്റെ ഒരു അതിൽ വരുന്ന സ്റ്റേജസും ഇങ്ങനെ തന്നെയാണ്. അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ എന്ന് വരുന്നു. അതേ സംഭവം തന്നെയാണ് ഇതില് വരുമ്പോൾ അവയർനെസ്, ഇൻട്രസ്റ്റ് രണ്ടിലും സെയിം ആയിട്ടാണ് വരുന്നത്. ദെൻ ഡിസയർ എന്നുള്ള ആ ഒരു സ്ഥാനത്ത് അഡ്വർടൈസിംഗിന്റെ കേസിൽ ഡിസയർ ആണെങ്കിൽ ഇവിടെ അത് ഇവാലുവേഷനും ട്രയലുമായിട്ട് മാറുന്നു. അഡ്വർടൈസിംഗിന് ലാസ്റ്റ് ആക്ഷൻ ആണ്, നമ്മൾ ആ ഒരു സാധനം വാങ്ങിക്കുന്നു. ഇതിലാവുമ്പോൾ അഡോപ്ഷൻ. അപ്പോൾ ഇതിന്റെ 4th സ്റ്റേജ് എന്ന് പറയുന്നത് ഇതില് ട്രയലാണ്. ഈ ഒരു സാധനത്തിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഈ ട്രയൽ ചെയ്യുന്ന സമയത്ത് an individual might reject an innovation at any time during or after the adoption process. So correct answer is a trial. Who proclaimed the credo of the press, comment is free but facts are sacred? ഇത് ആരാണ് ഇങ്ങനെ ഒരു ഈ ഒരു കമന്റ് ചെയ്തിട്ടുള്ളത് പ്രസിനെ പറ്റി, മീഡിയനെ പറ്റിയിട്ട്? കമന്റ് ഈസ് ഫ്രീ ബട്ട് ഫാക്ട്സ് ആർ സേക്രഡ്. W.T. Stead, വില്യം ഹാസ്ലിറ്റ്, C.P. സ്കോട്ട്, ജോൺ കാംഫൽ. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് C.P. സ്കോട്ടിന്റെ ആണ് ആ ഒരു കമന്റ്. The famous journalistic principle, comment is free, facts are sacred, attributed to C.P. Scott, a renounced journalist and editor, The Guardian. This statement underscores the crucial need to distinguish between opinions and factual reporting in journalism.
ജേർണലിസ്റ്റിൽ ഒപ്പീനിയൻസ് വേറെ, ഫാക്ട് വേറെ. ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞാൽ ആർക്കും പറയാം, അല്ലെങ്കിൽ ഒരു കോളം ഒക്കെ നമ്മുടെ ഒപ്പീനിയൻ ആയിട്ടാണ് വരുന്നത്. അതേസമയം ഒരു ന്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ ഫാക്റ്റ് ആയിരിക്കണം. ഫാക്റ്റിനാണ് മുഖ്യമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതെല്ലാം നമ്മളുടെ ഒരു ന്യൂസ് എഴുതുമ്പോൾ അത് കമന്റ്സ് ഫ്രീ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള നിരീക്ഷണങ്ങളോ നമ്മളുടെ കമന്റുകളോ ഒന്നും ന്യൂസിൽ എഴുതേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേറെ പേജും അതിനെ റിവ്യൂ ചെയ്യാനുള്ള കോളോ അങ്ങനെയൊക്കെ പലതും കിട്ടും. So Scott introduced this idea in an essay commemorating the centenary of the Manchester Guardian, now the Guardian, outlining his vision for ethical journalism. എത്തിക്കൽ ജേർണലിസവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഹി അഡ്വക്കേറ്റഡ് ഫോർ ഫ്രീ എക്സ്പ്രഷൻ ഇൻ കമന്ററി വൈൽ എംഫസൈസിങ് അഡ്ഹിയറൻസ് ഓഫ് ആക്യുറസി. എല്ലാത്തിലും ആക്യുറസിക്ക് ആയിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. So this answer is C.P. Scott. Next one, media terms and authors. McDonaldization, Disneyization, manufacturing consent, global village. ഇതിൽ ഗ്ലോബൽ വില്ലേജ് ആണ് PYQസിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്. മറ്റു 3 ടേംസ് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാം കൂടി ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതിന്റെ ഓതേഴ്സ് നോം ചോംസ്കി, ജോർജ് റിറ്റ്സ്, മാർഷൽ മക്ലൂഹാൻ, അലൻ ബ്രൈമൻ. ഇതിൽ ഈ ഓതേഴ്സിന്റെ പേരൊക്കെ നമുക്ക് പിന്നെയും പരിചയം ഉണ്ടാകും. എങ്കിലും മീഡിയ ടേംസ് ആയിട്ട് കണക്ട് ചെയ്യാനായിരിക്കും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുക. എങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള പേരുകളും ടേംസും ഒക്കെ ഇതിലുണ്ട്. അതിന്റെ ആ ഒരു ഹിന്റിന്റെ ബേസിൽ നമുക്ക് ആൻസർ ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിന്റെ ഓപ്ഷൻസ് നോക്കുക. ഇതില് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഈ മക്ഡൊണാൾഡ് ഗ്ലോബൽ വില്ലേജിൽ നമുക്ക് ഈസിയാണ്. അപ്പൊ അതിനെ ആദ്യം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. മാർഷൽ മക്ലൂഹാൻ ആണ് ഗ്ലോബൽ വില്ലേജിന്റെ ഓതർ. ദെൻ മക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ജോർജ് റിറ്റ്സറിൻ്റെതാണ്. ദെൻ ഡിസ്നൈസേഷൻ അലൻ ബ്രൈമാൻ. മാനുഫാക്ചറിങ് കൺസെന്റ് നോം ചോംസ്കി. സോ ഫോർത്ത് വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, പൈനി ഫണ്ട് സ്റ്റഡീസ് ഷോ എ ലിങ്ക് ബിറ്റ്വീൻ advertisers and consumers, technology and corporate communication, movies and social appreciation, use of internet and parental monitoring. ഇതിൽ ഏതുമായിട്ടാണ് ഈ പൈനീസ് ഫണ്ട് സ്റ്റഡീസിന്റെ ആ ഒരു ലിങ്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതിന്റെ ഇടയിലാണ് ആ ഒരു സ്റ്റഡീസ് ഒക്കെ വരുന്നത്? Piney Fund studies conducted in the late 1920s and early 1930s explored the impact of movies on children and adolescents, particularly focusing on potential link between movie viewing and social behavior. അപ്പോൾ ഇവര് പ്രധാനമായിട്ടും സ്റ്റഡി നടത്തിയിട്ടുള്ളത് ഈ ഒരു കേസിലാണ്. കുട്ടികളുടെ ഇടയിലായാലും അഡോളസൻസിന്റെ ഇടയിലായാലും മൂവി വ്യൂവിങ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ എന്താണ് അതിൻ്റെ ഒരു സ്റ്റഡി ടേം, സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ടോപ്പിക്. These studies, widely cited in the field of media effects, suggested that movies could influence children's attitudes, conduct, and even contribute to delinquent behavior. ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ മുമ്പ് അധികം കണ്ടിട്ടൊന്നുമില്ല. സോ ഇതിന്റെ ആൻസർ തേർഡ് വൺ, മൂവീസ് ആൻഡ് സോഷ്യൽ അപ്രിസിയേഷൻസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നോക്കി നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് 112 തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.